തെരുവുനായ ശല്യം പരിഹരിക്കാൻ തിരുവനന്തപുരത്ത് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പുതിയ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്യാം ആർ ബാബു തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ശ്യാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി രാജേഷിന്റെ മനസ്സിൽ എന്താണ് ഇക്കാര്യത്തിൽ? കാര്യം കടുത്ത എന്തെങ്കിലും നടപടി ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് തന്നെ തുടങ്ങാം. VIP കടന്നുപോയി, റോഡിലെ തിരക്ക് മാറിയിരിക്കുന്നു, സാധാരണക്കാരന്റെ ജീവിതം സാധാരണ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഒട്ടനവധി പ്രേക്ഷകർ ഈ VIPയുടെ വിസിറ്റിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് കണ്ടിരുന്നു. ഇനി SKN ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ നായശല്യം ഒരു വലിയ പ്രശ്നമായി സർക്കാർ കരുതുകയാണ്. ഇന്നൊരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ പോവുകയാണ് കേരള സർക്കാർ. ഈ നായകളുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ, ഒട്ടനവധി ആളുകൾക്ക് കടിയേൽക്കുന്നു, അതുപോലെ തന്നെ മരണം വരെ സംഭവിക്കുന്നു. അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി കാണുന്നു. മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുകയാണ്. വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു കർമ്മ പദ്ധതി ഇത്തരത്തിൽ തയ്യാറാക്കാൻ പോകുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഈ ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വന്ധ്യംകരണ വിഷയത്തിൽ വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വന്ധ്യകരണം നടത്തിയ നായ്ക്കൾക്ക് പിന്നീട് പ്രസവം സംഭവിക്കുന്ന വാർത്തകൾ തുടർച്ചയായി വരുന്നുണ്ട്. പല ജില്ലകളിലും ഇത്തരത്തിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി തന്നെ സർക്കാർ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുക, അത് ഈ ഒരു തെരുവു നായ്ക്കളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 24-നോട് തന്നെ എം പി രാജേഷ് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും നമുക്ക് അക്കാര്യത്തിൽ ആശ്വസിക്കാം എന്നാണ് ഇന്നത്തെ ഈ ഒരു ഉന്നതതല യോഗത്തിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. ശ്യാം ആർ ബാബുവാണ് നമുക്കൊപ്പം ചേർന്നത്.